നമ്മുടെ GP അണ്ണൻ്റെ ഒരു സൈലന്റ് ബോംബിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മനോരാജ്യം. ഈ പടം വന്നതും പോയതും ആർക്കും അറിയില്ല. പിന്നെ ഈ അപരാധ പടം എടുത്തേക്കുന്നത് മെൽബണില. അതെന്തിനാന്ന് ആർക്കും അറിയില്ല. നമ്മുടെ GP അണ്ണൻ ഒരു അമ്മാവനാണ് ഗൈസ്. മൂപ്പർക്ക് അവിടെ ഒരു കമ്പനി ഉണ്ട്. കമ്പനിയിൽ കുറച്ച് റൂൾസ് ഉണ്ട്. മുണ്ടൊക്കെ എടുത്തിട്ട് അവിടെ നടക്കാൻ പറ്റുള്ളൂ. മുണ്ടവിടെ കേരളീയ വസ്ത്രം ഓഫീസിൽ നിർബന്ധമാണ്. മൂപ്പരെ കമ്പനിയിലുള്ള ഫോറിനേഴ്സിനെ കൊണ്ട് മൂപ്പര് മുണ്ടെടുപ്പിക്കും, മലയാളം സംസാരിക്കാൻ പറയും. നമസ്കാരം. നമസ്കാരം ബക്കാടി. അജാസ് എത്തിയോ? അജാസ് എത്തിയില്ല. ഞങ്ങളുടെ ഈ ബ്രാൻഡിന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് അറിയോ? ഇല്ല. കേരളീയ വസ്ത്രം, ഭക്ഷണം, സംസ്കാരം ഇതെല്ലാം മലയാളികൾക്കപ്പുറം ഇവിടെയുള്ള ഓസ്ട്രേലിയൻസിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. I want you to go back. Okay. Go back. But I'm go Canadian. Back to India. ഈ നാട്ടില് ഈ ഡ്രസ് ഇട്ട് നടക്കാൻ എനിക്കൊരു കുറവില്ലേ? എന്തിനാടാ കുറവ്? അവരുടെ ഡ്രസ് ഇട്ട് നമ്മൾ നടക്കുന്നില്ലേ? അതുപോലെ നമ്മുടെ ഡ്രസ് ഇട്ട് അവര് നടക്കട്ടെ. പിന്നെ നമ്മുടെ GP അണ്ണന്റെ കമ്പനിയിൽ ഇംഗ്ലീഷ് കലണ്ടർ ഒന്നുമില്ല, മലയാള മാസ. 1-ാം തീയതി ഇന്ന് 19 ആയുള്ളൂ. മലയാള മാസം 1-ാം തീയതി. നമ്മുടെ അമ്മാവന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അവരുടെ കുറച്ച് കോമഡി ഉണ്ട്. കണ്ണാണ തന്തമാരോ? അതെവിടെ? എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. പിന്നെ ഐഫോൺ വാങ്ങി കൊടുത്ത ഒരു അപരാധിച്ച ലവ് സ്റ്റോറി ഉണ്ട്. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാനാ പരിപാടി. ഒരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ കല്യാണ ക്ഷേത്രത്തിന് അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത ഫോണില്ലേ, അതായിട്ട് അവള് ചാറ്റ് ചെയ്ത് ഒരുത്തൻ്റെ ഒപ്പം പോയി. പിന്നെ നമ്മുടെ GP അണ്ണന് ഒരു അവാർഡ് കിട്ടും, ഒരു അപരാധിച്ചൊരു ആൽബം ചെയ്തതിന്. ഓ നന്ദി. ഓ എല്ലാവർക്കും നന്ദി ഉണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്തതിന്. ഇറങ്ങി പോടാ. പിന്നെ നമ്മുടെ അമ്മാവനൊരാഗ്രഹം, ഒരു നാടകം ചെയ്യണം. മൂപ്പരയിൽ ഒരു ഫ്രഷ് ഐഡിയ ഉണ്ട്. അത് സ്പോൺസേഴ്സിനോട് പറയും. സർ, ഈ നാടകം കളിക്കാൻ വെളിച്ചം പോലും ആവശ്യമില്ല. നിങ്ങളുടെ വിഡിത്തം കേൾക്കാനുള്ള സമയം ഞങ്ങൾക്കില്ല. GP അണ്ണന് എന്നിട്ട് ഒരു മണ്ടനായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ കിട്ടും. എന്നിട്ട് മൂപ്പര് പൈസ കൊടുക്കും. എന്നിട്ട് നാടകം സ്റ്റാർട്ട് ചെയ്യും. ഇരുട്ടത്ത്. വെളിച്ചം നഷ്ടപ്പെട്ടവരെ, അകക്കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണമായിരുന്നു ഇങ്ങനെ. പിന്നെ ഓഫീസിൽ വെച്ചിട്ട് നമ്മുടെ GP അണ്ണൻ ഒരു പെണ്ണിനെ കാണും. അപ്പന്നെ നമ്മുടെ GP അണ്ണന് ക്രഷ് അടിക്കും. അപ്പനമ്മയും വീട്ടിലില്ല, അതുകൊണ്ട് ഓടി വാടാ നമുക്കൊന്ന് കൂടാടാ. ഓടി വരാം കള്ളിപ്പെണ്ണെ, ഓ എന്റെ ഉള്ളിലെ സ്നേഹം നിനക്ക് ഞാൻ തന്നിടാം. നീ കള്ളനാണിടാ എന്ന നിന്നിഷ്ട, എന്റെ ഉള്ളിൽ നീ വന്നിടണേടാ. ഒരു മേടിക്കള്ളിപ്പെണ്ണെ, നിന്റെ കാട്ടിനുള്ളിൽ കയറി ഞാൻ താമസിക്കൂടി. പിന്നെ നമ്മുടെ GP അണ്ണൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ സംശയമായി. ഒരു ദിവസം ഫോണിൽ ഒരാൾ വിളിക്കുമ്പോൾ മൂപ്പർക്ക് സംശയം കയറിയിട്ട് കുറേ നേരം കിടന്ന് അവരാധിക്കും, അവളുടെ ഫോണൊക്കെ എടുത്തിട്ട്. പിന്നെ നമ്മുടെ അമ്മാവന് സംശയം അടിച്ചിട്ട് പുതിയ സിം എടുത്തിട്ട് അവളെ വിളിക്കും ഫോണിൽ. എന്നിട്ട് വേറെ ആളാന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ അവളുടെ ഫോൺ അനീതിക്ക് കൊടുത്തേക്കായിരിക്കും. അനീതിയുടെ ഫോൺ കേടായ കാരണം. അപ്പോൾ അനീതി കിടന്ന് സംസാരിച്ച് അവസാനം സെറ്റാവും നമ്മുടെ GP അണ്ണന്. ശരിക്കും നിനക്ക് എന്നെ ഇഷ്ടമാണോ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എനിക്കിപ്പോ നിങ്ങളെ ജീവനാ. നമ്മുടെ അമ്മാവൻ നായികേനെ തെറ്റിദ്ധരിച്ചിട്ട് കത്തിയെടുത്തിട്ട് കുത്താൻ പോവും, അവൾ പറ്റിച്ചു എന്ന് വിചാരിച്ചിട്ട്. അപ്പം എന്നെ ഒരു കോള് വരും. അപ്പോഴേ മനസ്സിലാവണേ അത് വേറെ ആളെ വിളിച്ചോണ്ടിരിക്കണേന്ന്. പിന്നെ മനസ്സിലാവും അത് അനീതിയാന്ന്, നായികയുടെ. നായികയുടെ അനീതിനെ ലെവനെ ഫോൺ വിളിച്ചതെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് നമ്മുടെ അമ്മാവൻ തടി തപ്പും. അങ്ങനെ പടം കഴിയും. ഗൈസ്, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ പടം ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക, അവരങ്ങ് ഇല്ലാണ്ടായിക്കോളും.